കോക്രോച്ചിന്റെ ഒക്കെ ഒരു ചാപ്റ്റർ ഇല്ലായിരുന്നു. അപ്പൊ അതിൽ ഞാൻ എങ്ങനെയാ ചെയ്തിരുന്നതെന്ന് വെച്ചാൽ, ഇപ്പം അവര് പറഞ്ഞത് എനിക്ക് ഇപ്പം അവര് കാണിച്ച ഫിഗറും എനിക്ക് എന്തോ അതിൽ പറഞ്ഞതൊക്കെ എനിക്ക് അങ്ങോട്ട് അതിൽ പാരഗ്രാഫിൽ എഴുതിയൊന്നും എനിക്ക് അങ്ങോട്ടൊരു മാച്ച് തോന്നില്ല. അപ്പൊ ഞാൻ നെർവസ് സിസ്റ്റം എന്ന് പറയുമ്പം അവര് ഫിഗറിൽ എന്താണ് അവർ കറക്റ്റ് പറയുന്നതും പാരഗ്രാഫ് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ ഞാൻ തന്നെ ഇതിന് ഇങ്ങനത്തെ ഒരു ഫിഗർ വരച്ച് വെച്ചു കൊടുത്തു. അപ്പം എനിക്കിനി അത് നോക്കിയാൽ മതി. ആ പാരഗ്രാഫിൽ പറയുന്ന പിന്നെയും മനസ്സിലാക്കി എടുക്കേണ്ട ഒരു കാര്യമില്ല. നമ്മുടേതായിട്ടുള്ള ഒരു ഡയഗ്രാമാറ്റിക് റെപ്രസെന്റേഷൻ നമ്മൾ നോട്ട്സിലൊക്കെ ഉണ്ടാക്കണം. ഇതിപ്പം ബോഡി ഫ്ലൂയിഡ്സ് ഉണ്ടല്ലേ, ഇതിപ്പോ ഇത്രേ ഉള്ളൂ. ഞാൻ അനിമൽ കിണ്ടത്തിനെ കാണിച്ചതിന്റെ പകുതിയുള്ളൂ. അപ്പം ആനിമൽ കിണ്ടത്തിനെക്കാട്ടി ചെറുതാക്കിയാണ് ഇത് എഴുതിയത്. എത്രമാത്രം ചെറുതാക്കിയിരുന്നു അപ്പം അത്രയും സമാധാനം. ഇപ്പൊ ഇത് കാണുമ്പോൾ ആലോചിച്ചൊക്കെ ഇത്രേ ഉള്ളൂ ബോഡി ഫ്ലൂയിഡ്സ്, അങ്ങനത്തെ ഒരു ഫീലിംഗ് ആണ്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, അതിൽ തന്നെ നിങ്ങൾക്ക് എന്തൊക്കെയാണ് മാർക്ക് ചെയ്യേണ്ടത് അതൊക്കെ മാർക്ക് ചെയ്യണം കേട്ടോ. ലിംഫ്, സിറം, പ്ലാസ്മ, ബ്ലഡ് തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെ ഞാൻ തന്നെ അതിൽ എന്താക്കി ഡിഫറൻസ് ആക്കിയിട്ട് എഴുതി വെച്ചു കൊടുത്തു. പിന്നെ ചിലപ്പോൾ എനിക്കിത് കുറച്ചൊക്കെ പുറത്തുനിന്ന് കിട്ടുന്ന എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ ഇതിലേക്ക് ആഡ് ചെയ്യും കേട്ടോ. ഞാൻ ഇപ്പം നമ്മൾ ടെക്സ്റ്റിൽ ഫുൾ ഇല്ലാത്ത കാര്യങ്ങൾ ഞാൻ കുറച്ച് ഇതിലേക്ക് നോട്ട്സിലേക്ക് ആഡ് ചെയ്യും. ഫുള്ളൊന്നും ഇല്ല, എന്തെങ്കിലും MCQ ചെയ്യുമ്പോൾ എനിക്ക് ചിലപ്പം പ്രീവിയസ് ഇയറിനൊക്കെ എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യും. പിന്നെ എല്ലാത്തിനും ഒരു പേപ്പർ തികയ്ക്കാനൊന്നും നോക്കണ്ട. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ബോഡി ഫ്ലൂയിഡ്സ് അത്രേ ഉള്ളൂ, ലിവിങ് വേൾഡ് ആകെ ഇത്രേ ഉള്ളൂ, ഈ ലിവിങ് വേൾഡ് ഇത്രേ വരുന്നുള്ളൂ. അപ്പം അങ്ങനെയാണുള്ളത്. നോട്ട്സ് നിങ്ങൾ ഉണ്ടാക്കണം, നിർബന്ധമായിട്ട് ഉണ്ടാക്കണം. എന്ന് വെച്ചാൽ നിങ്ങൾ ഇത്രയും കാലം ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എല്ലാത്തിനൊന്നും ഉണ്ടാക്കണം എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ട്രൈ മേക്കിംഗ് നോട്ട്സ്. നിങ്ങൾക്ക് പറ്റുന്നത്ര നിങ്ങൾ ഉണ്ടാക്കിക്കോ. ഇനിയിപ്പോൾ നിങ്ങൾ നോട്ട്സ് ഉണ്ടാക്കുന്നതിന് മുകളിൽ അത്ര സമയമൊന്നും എടുക്കരുത് കേട്ടോ. ഭയങ്കര വൃത്തിക്ക് അങ്ങനെയൊന്നും ഉണ്ടാക്കേണ്ട ഒരു കാര്യമില്ല. നിങ്ങൾ വളരെ റബ്ബിഷായിട്ട് ഉണ്ടാക്കിയാലും പ്രശ്നമില്ല. ഇറ്റ്സ് ജസ്റ്റ് നിങ്ങൾക്കത് ഇറ്റ്സ് ജസ്റ്റ് എന്താണ്, നിങ്ങൾക്കൊന്നത് വേഗം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവണം, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇത് അവിടെയും കാണിക്കാനുള്ളതൊന്നും അല്ലല്ലോ. അപ്പം ബയോളജിയുടെ കേസ് അതാണ്.